അവർക്ക് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടതയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അന്തരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ, നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗവാസികളിൽ നിന്ന്
ഞങ്ങളുടെ ജീവനാല മുഴുവൻ നിർമ്മലതയോടും ശുദ്ധിയോടും കൂടി അങ്ങയുടെ മുഖായ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പ്രവർത്തീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പൗരസ്ത്യ ഗുരുക്കന്മാരായ മാറതായുടെയും മാറിയുടെയും മാറിയാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലത്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വില തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുപ്പട്ട ശുശ്രൂഷകൾ സമാപിച്ചു. കൈവപ്പ് ശുശ്രൂഷ വഴി തന്നെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയ അഭിമന്യ പിതാവിനോടുള്ള കൃതജ്ഞതാ പ്രകാശനമായി തിരി നൽകി മോതിരം ചുംബിക്കുന്ന നവവൈദികനെ അഭിമന്യ പിതാവ് അഭിനന്ദിക്കുന്നു. തുടർന്ന് അഭിമന്യ പിതാവും സഹകാർമ്മികനും നവവൈദികനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. Mar George Alancheri, on behalf of the Rogeshnamis, fathers and brothers,
I would like to thank you for being the ordaining bishop of Father Roy. A few days ago, I've been the same ordaining another Rogationist priest, Father Thomas. And with Father Silic, the Lord this year has given us 3 priests. The Lord continues to bless us in vocations, and on our part, a great responsibility of being worthy of these gifts of the Lord. We Rogationists are celebrating 25 years of our presence in India, in this Archdiocese of Ernakulam and Camali. We have been experiencing since the beginning great attention, support, concern, and accompaniment on the part of the 2 cardinals and all the bishops. And the same is what we are experiencing from you, Your Excellencies. As we have been ordained these 2 priests, I would like you to accompany them with your prayers. To be priest is an important gift, but we have to be persevering in this vocation, and we have to grow in this spirituality of being alter Christus. So as you accompany them with your prayers, we assure you the Archdiocese of our prayers, for your intentions, for your apostolic service. So, Your Excellency, thank you, and God bless all. സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി വൈദിക ഗണം മുഴുവൻ തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവവൈദികന്റെ സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഇപ്പോൾ അർപ്പിക്കുന്നു. ശുശ്രൂഷ ചെയ്ത ഈ ബലിവേദിയിൽ തമ്പുരാന്റെ പുരോഹിതനായി നിൽക്കുമ്പോൾ ഒത്തിരിയേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഏറെ നാൾ മനസ്സിൽ താലോലിച്ച് നടന്ന ഈ പൗരോഹിത്യ സ്വപ്നം ഇന്ന് പൂവണിയുമ്പോൾ അതിന് കരുത്തും കാവലുമായി നിന്ന ദൃശ്യവും അദൃശ്യവുമായ ഒത്തിരിയേറെ കരങ്ങളെ നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു.
അവരുടെയൊക്കെ പ്രാർത്ഥനകളും കഷ്ടപ്പാടുകളുമൊക്കെയാണ് എന്നെ ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പ് എന്നെ അറിഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ വിശുദ്ധീകരിച്ച് ജനതകൾക്ക് പുരോഹിതനായി എന്നെ നിയോഗിച്ച അർഹിക്കാത്ത വിരുന്നൊരുക്കിയ നല്ല ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. തിരക്കുകൾ മാറ്റിവെച്ച് ഇന്നേ ദിവസം ഇവിടെ വന്ന് കൈവെപ്പ് വഴി എനിക്ക് ശുശ്രൂഷ പൗരോഹിത്യം നൽകിയ സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപോലീത്ത മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ജന്മം നൽകി കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തി എന്നെ ദൈവത്തിനും ദൈവജനത്തിനുമായി ശുശ്രൂഷ ചെയ്യുവാൻ വിട്ടുകൊടുക്കുകയും അതിനുവേണ്ടി ഒത്തിരിയേറെ ത്യാഗം സഹിച്ച പ്രാർത്ഥിച്ച എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചിയെയും എൻ്റെ ജീവിതയാത്രയിൽ തണലും സഹായവുമായി എന്നും എൻ്റെ കൂടെയായിരുന്ന എൻ്റെ അനിയന്മാരെയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന എൻ്റെ ഉപകാരികളെയും സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. മൺമറഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ബലിവേദിയിൽ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സന്യാസ വൈദിക ദൈവവിളി തിരിച്ചറിഞ്ഞ് അതിന് അനുസൃതമായി പ്രോത്സാഹിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തിയ എൻ്റെ റുഗാത്തെ കുടുംബത്തോട് എൻ്റെ നന്ദിയും വിധേയത്വവും ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ എന്നെ വഴി നടത്തിയ വളർത്തിയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ മേലധികാരികളെയും പ്രത്യേകമായി ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ആഞ്ചലോ മെസ്സാരിയെയും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സിനെയും ഞങ്ങളുടെ മേജർ സുപ്പീരിയർ ഫാദർ ലൂയിജി തൊഫാനെ അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സ് റൊഗാത്തി ആശ്രമം സുപ്പീരിയർ ഫാദർ ബെനു എഴുത്തേപ്പള്ളി എന്നിവരെയും ഭാരതത്തിലെ റൊഗേഷനിസ്റ്റ് വൈദികരെയും എൻ്റെ സഹപാഠികൾ തിയോളജി ഫിലോസഫി പഠിക്കുന്ന സഹോദരന്മാർ നോവിസസ് കുഞ്ഞനുജന്മാർ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. അക്ഷര വെളിച്ചം പകർന്ന് അറിവിൻ്റെ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂളിലെയും സെൻറ്റ് ഫ്രാൻസിസ് എൽ പി സ്കൂളിലെയും സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെയും എല്ലാ ഗുരുഭൂതരെയും തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങളിൽ അറിവ് പകർന്ന മംഗലപ്പുഴ സെമിനാരിയിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും മറ്റധ്യാപകരെയും പ്രത്യേകമായി നീണ്ട 11 വർഷങ്ങളായി എൻ്റെ ആധ്യാത്മിക പിതാവായ പോൾ മുണ്ടോണിക്കനച്ഛനെയും സ്നേഹപൂർവ്വം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ക്ഷണം സ്വീകരിച്ച് തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ദിനം കൂടുതൽ മനോഹരമാക്കി തീർത്ത എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുൻ വികാരിയച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഈ ഇടവകയിൽ നിന്നുള്ള വൈദികരെയും സമർപ്പിതരെയും പ്രത്യേകം ഓർക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ സഹോദരിമാരായ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻസ് സമൂഹത്തിലെ സിസ്റ്റേഴ്സിനെയും ഞായറാഴ്ചകളിൽ ഞാൻ വേദപാഠം പഠിപ്പിക്കാൻ പോയ ആനന്ദപുരം, ചൊവ്വര, ചമ്പന്നൂർ, നെടുവല്ലൂർ എന്നീ ഇടവകകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും കാറ്റഗിസം സ്റ്റാഫ് അംഗങ്ങളെയും ഇടവക അംഗങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കുവാൻ അതിനു പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ കരങ്ങളുണ്ട്. നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട പോൾ കാരാതുരത്തിനച്ഛൻ ശാരീരികമായി കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഒരു പിതാവിനെ പോലെ കൂടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുകയും എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുകയും ചെയ്തു. പോളച്ചന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ അംഗമായിരിക്കുന്ന സന്യാസ സമൂഹത്തിൻ്റെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ ഇടവക കൈക്കാരന്മാരെയും ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ ജോസ് ചേട്ടനെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും ദേവാലയ ശുശ്രൂഷി അൾത്താരപാലന്മാർ, മതാധ്യാപകർ എന്നിവരെയും ഇടവകയിലെ ഭക്തസംഘടനകൾ, കുടുംബ യൂണിറ്റുകൾ ഇവയുടെ ഭാരവാഹികളെയും അംഗങ്ങളെയും ഞാൻ ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ അൾത്താരയും ദേവാലയവും ഏറെ മനോഹരമാക്കാൻ രാപകൽ അധ്വാനിച്ച സ്റ്റെല്ല മാരീസ് കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.
ഗായക സംഘം പൗരോഹിത്യ ശുശ്രൂഷ ക്രമവേളയിൽ നേതൃത്വം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട വൈദികർ, ബ്രദേഴ്സ് എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ ധന്യമുഹൂർത്തത്തെ മനോഹരമാക്കി തീർത്ത എൻ്റെ പ്രിയപ്പെട്ട ഇടവകക്കാർക്കും ഇടവകയിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന സ്റ്റെല്ല മാരീസ് പരിപാലന ഭവൻ കോൺവെന്റുകളിലെ എല്ലാ സിസ്റ്റേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കാൻ മറക്കരുത്. വിശുദ്ധനായ വൈദികനാകാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി